പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം സ്റ്റേഡിയമായിട്ടുള്ള ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം, ഇത്രയും നാൾ ജയലൻ സ്റ്റേഡിയത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിലവിൽ വരുന്നിട്ടുള്ള വാർത്ത അനുസരിച്ച് നവീകരണ പ്രവർത്തനങ്ങൾക്കായി വിട്ടു നൽകിയ കലൂർ സ്റ്റേഡിയം GCDAക്ക് സ്പോൺസർ തിരികെ നൽകിയിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്നത് വളരെ ചെറിയ പണികൾ മാത്രമാണ്. അവശേഷിക്കുന്ന ആ പണികൾ ഒരാഴ്ചക്കകം GCDയുടെ നിയന്ത്രണത്തിൽ സ്പോൺസർ പൂർത്തീകരിച്ച് നൽകും. എന്തായാലും നിലവിലിപ്പോൾ കലൂർ സ്റ്റേഡിയത്തിലെ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. അവശേഷിക്കുന്ന പണികളെല്ലാം ഒരാഴ്ചക്കകം പൂർത്തിയാക്കിയേക്കും. മാത്രമല്ല, പുതിയതായി നവീകരിച്ച ജയലൻ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ഡിസംബർ 26 നടക്കും. അടുത്തൊരു വാർത്ത ISLുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നിലവിലിപ്പോൾ ISLന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് AIFF 3 കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. AIFF പുതിയതായി രൂപീകരിച്ച കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ഇതൊക്കെയാണ്. ജനുവരി 3 ആഴ്ച മുതൽ ISL ആരംഭിക്കും. മാത്രമല്ല, ടീമുകളെയെല്ലാം 2 ഗ്രൂപ്പുകളായി വിഭജിക്കും. ഒരു ഗ്രൂപ്പ് ബംഗാളിലും മറ്റൊന്ന് ഗോവയിലുമായിരിക്കും. ഓരോ ഗ്രൂപ്പിലും റൗണ്ട് റോബിൻ എന്ന ഫോർമാറ്റിൽ കളിക്കണം. റൗണ്ട് റോബിൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായും സ്പോർട്സ് ടൂർണമെൻറ്റ്, കമ്പ്യൂട്ടർ സിസ്റ്റംസ് എന്നിവയിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണത്. അതായത് ഓരോ ടീമും മറ്റ് എല്ലാ ടീമുകളുമായും കുറഞ്ഞത് ഒരു മത്സരം കളിക്കുന്ന രീതിയാണിത്. മാത്രമല്ല, ഈ ആഴ്ചക്കുള്ളിൽ തന്നെ ISL ക്ലബ്ബുകളുടെ എല്ലാം മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും പോസിറ്റീവായിട്ടുള്ളൊരു വാർത്ത ആ ഒരു മീറ്റിംഗിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.